ഹലോ, നമുക്കൊരു ഇൻവിസിബിൾ ചെയിൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടത് ഇതാണ് ഗിയർ വയർ പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് വേണ്ട നീളം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇതാ കട്ട് ചെയ്ത് ഞാൻ ഒരു അളവിൽ എൻ്റെ കഴുത്തിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് കറക്റ്റ് രണ്ടും ആക്കി നോക്കുകയാണ്. ഇനി നമുക്ക് ഞാനിവിടെ ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനത്തെ ലോട്ടസാണ് എനിക്ക് കിട്ടിയത്. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ ലോട്ടസ് ഇതാണ് പെൻഡന്റ്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഹോൾസ് ഉണ്ട്, കണ്ടോ? ഈ ഹോൾസ് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ത്രെഡ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ 2 ഗ്ലാസ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗിയർ ലോക്ക്. ഈ ഗിയർ ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയിൻ എല്ലാം ടൈറ്റാക്കി ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഗിയർ ലോക്കും ബോൾസും ഗ്ലാസ് ബീഡും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലോട്ടസിൻ്റെ സൈഡിലെ ഹോളിൽ കൂടെ ഈ ത്രെഡിനെ ഇട്ട് കൊടുക്കാം. എളുപ്പമാട്ടോ ഇത് ചെയ്യാൻ. നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടെ ടൈറ്റ് ആക്കാനായിട്ട് ഇതിനുള്ളിൽ കൂടി തന്നെ ഈ ത്രെഡ് ഇട്ട് ഒന്നും കൂടെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യം വരാറില്ല. അല്ലെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കണുണ്ടാവും കഴുത്തിൽ. പിന്നെ അടുത്തത് ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഗിയർ ലോക്ക് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡിൻ്റെ സെൻറ്റർ പിടിച്ച് നമുക്ക് ഈ 3 എണ്ണത്തിനെയും കറക്റ്റ് ഇതിൻ്റെ അറ്റം ചെയ്ത് അതിനുശേഷം ഈ ത്രെഡ് നമുക്ക് പിടിച്ചത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് ആവുക. ഇനി നമ്മൾ ഈ ചെറിയ ലോക്ക് ബീഡില്ലേ, അതിനെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ, ജസ്റ്റ് പ്രസ് ചെയ്താലും മതി, അത് ലോക്കായി കിടന്നോളും. നോക്കാം. കണ്ടോ, ഇതിവിടെ ലോക്കായിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടോ ഇളകോ അങ്ങനെ ഒന്നും ചെയ്യില്ല, പോകത്തൊന്നുമില്ല. ഇനി അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബാക്കിയുള്ള ബീഡ്സിനെയൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റായി പിടിക്കുക. കാരണം ഇതിനി നല്ല പോലെ ടൈറ്റായി ഇരുന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ലോക്ക് ബീഡിൽ ഗിയർ ലോക്കിനെ പിടിച്ച് നല്ല പോലെ ഈ ഗോൾഡൻ ബീഡുമായിട്ട് നല്ല പോലെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നല്ല പോലെ അമർത്തി കൊടുത്താൽ അവിടെയും ലോക്കായി. കണ്ടോ, ഇതിപ്പോൾ അങ്ങനെ ഇളകുന്നേ ഇല്ല. കണ്ടില്ലേ? ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഹുക്സൊക്കെ ജോയിൻ ചെയ്യേണ്ടത്. പല ഹുക്സും ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഈ ടൈപ്പ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില ഓരോയിടത്തും ഓരോ റേറ്റാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കിത് 2 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. പിന്നെ വേറൊരു ഷോപ്പിൽ പോയി വാങ്ങിച്ചപ്പോൾ അവർ 10 രൂപയ്ക്കാണ് എനിക്ക് തന്നത്. പിന്നെ ഞാൻ അത് നോക്കി വേറെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് 3 രൂപയ്ക്ക് കിട്ടി. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. ഇതല്ലാതെ നമുക്ക് എസ് പോലത്തെ ഹുക്സും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇനിയാണ് ഇത് നമ്മൾ ചെയിനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ലോക്കായി നിൽക്കണ്ടേ, അപ്പം അത് നോക്കാം. ഞാൻ ഇവിടെ ഗിയർ ലോക്ക് 2 എടുത്തിട്ടുണ്ട്.
രണ്ടെണ്ണം എടുത്താൽ കുറച്ച് നല്ല ഫിറ്റായി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നത്. ചിലർ ഒരെണ്ണമൊക്കെ എടുക്കാറുള്ളൂ. ഞാൻ കൊടുക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ രണ്ടെണ്ണം എടുത്ത് ലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ മാലയുടെ ഒരു സൈഡിലായിട്ട് കോർക്കാം. ഒരറ്റത്ത് ആദ്യം കോർത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അതിന് ഇപ്പം കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചെയിനില്ലേ, ഈ ചെയിനിൽ കൂടി ഇട്ട് ഇത് കണ്ടോ, ഇതിൽ ഈ ഗിയർ ലോക്കിൽ കൂടെ നമുക്ക് ഈ ത്രെഡിനെ കയറ്റാം. ഈ രണ്ടെണ്ണത്തിൽ കൂടെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ടൂള് യൂസ് ചെയ്തിട്ട് ഈ ത്രെഡിൻ്റെ ഈ അറ്റുണ്ടല്ലോ, ഇതൊന്ന് നന്നായിട്ട് പിടിച്ച് ടൈറ്റാക്കാം. കണ്ടോ, ഇപ്പം ഇത് ടൈറ്റ്, ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഗിയർ ബീഡ്സ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ ആ ത്രെഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയുണ്ടോ. ഇനി അടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ സൈഡിലും നമ്മൾ 2 ഗിയർ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്തില്ലേ, ഇതിൻ്റെ ഈ കൊളുത്തുണ്ടല്ലോ, ഈ കൊളുത്തിൻ്റെ ഒരു ഭാഗത്ത് ആ ത്രെഡ് ഇട്ട് കൊടുത്ത് അപ്പുറത്ത് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ ഗിയർ ലോക്കിൽ കൂടെ നമ്മൾ ആ ത്രെഡിനെ കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ത്രെഡിൻ്റെ അറ്റം ഒന്ന് വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇത് കറക്റ്റ് പൊസിഷനിൽ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് കാണില്ല. ഇനി നമുക്കിതിന് നല്ലപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ലോക്കായിട്ടുണ്ട്. ഇത്ര ഉള്ള പണി. ഇൻവിസിബിൾ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ത്രെഡ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നത്. ഞാനിത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല മൂവിങ് ഉള്ളതാണ്. ഓണമൊക്കെ ആവുകൊണ്ട് നല്ലപോലെ എല്ലാവരും ഇത് വാങ്ങിക്കാൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഗ്രീൻ കളറ് അങ്ങനെ കുറേ മാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ എല്ലാ കളക്ഷൻസും കാണിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. താങ്ക് യു.